ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ ഈ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല മനക്ലേശം, അതുപോലെ സ്ത്രീകളെ കൊണ്ട് ഒക്കെ ക്ലേശം ഉണ്ടാകുക, യാത്രാക്ലേശം ഉണ്ടാകുക, ചെറിയ ഗ്രഹകലങ്ങൾ, സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ ചില മനക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവനെ ധാരയോ കുവളമാലയോ ഒക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ 26-ാം തീയതി വരെ അനുകൂലൻ അല്ല. ധനക്ലേശം, കാര്യപരാജയം, കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങളെ, നഷ്ടങ്ങളെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക. പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ നെയ്വിളക്കോ കടുംപായസോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. എന്നാൽ 26-ാം തീയതി മുതൽ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ധനലാഭം ഉണ്ടാകുക, ശത്രുപരാജയം, പൊതുവേ ഒരു സുഖപ്രദമായിട്ടുള്ള സമയമാണ്. അതുപോലെ ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ 21-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ഭാര്യാപുത്രാദികളൊക്കെ മൂലമായിട്ട് മനക്ലേശം, ശാരീരിക ക്ലേശങ്ങൾ, ടെൻഷൻ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുകയാണ് വെച്ചാൽ ദോഷങ്ങൾ കുറയും. എന്നാൽ 21-ാം തീയതിക്ക് ശേഷം അനുകൂലമാണ്. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലമോ മാതൃ തുല്യരായിട്ടുള്ളവർ മൂലമോ ഒക്കെ സന്തോഷം, പല നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും വേദദോഷം മൂലം അത്ര അനുകൂലനല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ധനച്ചെലവ് അധികമാകുന്നതിന് സാധ്യതയുണ്ട്. വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്താലും മതി, അത് ദോഷങ്ങൾ കുറയ്ക്കുന്നതാണ്. എന്നാൽ വ്യാഴദൃഷ്ടി 6-ലോട്ടും 10-ലോട്ടും ഒക്കെ ഉള്ളത് നിത്യത്തൊഴിലിന്, ജോലി സ്ഥലത്ത് ഒക്കെയുള്ള ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരമാണ്. അത് അനുകൂലമായിട്ട് വരും. ജോലി സ്ഥലത്ത് ക്ലേശങ്ങൾ കുറയും. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. കുടുംബ സുഖം, തൊഴിലിൽ ഉയർച്ച, ധനധാന്യാദിലാഭം, സന്താന ഭാഗ്യം, സന്താനങ്ങൾ നിമിത്തം സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 24-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ല. ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി 11-ലാണ്, വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ രാഹു അനുകൂലനല്ല, ധനക്ലേശം വരുത്തും. ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. സർപ്പപൂജ ചെയ്യുന്നതും ഈ രാഹു ദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണ്. കേതു വളരെ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. ശത്രുനാശം, രോഗനാശം ഇതിനൊക്കെ അനുകൂലമാണ് കേതുവിൻ്റെ സ്ഥിതി. ഇനി ഇടവക്കൂറ്, കാർത്തിക മുക്കാലെ, രോഹിണി, മകീരം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലൻ ആണ്. രോഗമുക്തി, മനസമാധാനം, ധനലാഭം, ശത്രുനാശം, സ്ഥാനമാന ലാഭം, മിത്രങ്ങൾ മൂലം നേട്ടങ്ങൾ, ലോക ബഹുമാനം. എന്നാൽ 17-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെ മനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട്. ഗ്രഹകലഹത്തിൽ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം ഒക്കെ ക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര അല്ലെ കൂളമാലയൊക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ ജപിക്കുക. അപ്പോൾ ദോഷങ്ങൾ കുറയും.
പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. രക്തസംബന്ധമായ ദോഷം, വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, ബന്ധുവിരഹം ഉണ്ടാകുക, കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 21 തീയതി വരെ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലം സന്തോഷം, നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 24 തീയതി മുതൽ അത്ര നന്നല്ല. ശത്രുക്ലേശം, ബന്ധുക്കളുമായിട്ടൊക്കെ തുടങ്ങിയ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ വ്യാഴം ജന്മരാശിയിലാണ്, അത്ര അനുകൂലമല്ല ജന്മരാശിയിലെ വ്യാഴം. തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അധിക ചെലവിന് സാധ്യതയുണ്ട്. മനക്ലേശം, ഭയം ഉണ്ടാകുക, അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കുകയോ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും ഒരു പരിധിവരെ. പക്ഷേ ജന്മരാശി നിൽക്കുന്ന വ്യാഴം വിവാഹം ഒക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് അതിന് അനുകൂലമായൊരു തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം ആകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില നല്ല ഗുണങ്ങളും ഉണ്ട്. പിന്നെ ശുക്രൻ മാസം മുഴുവനും വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു. ധനധാന്യ ലാഭം, എല്ലാവിധമായ സുഖപ്രാപ്തി, കുടുംബസുഖം, സ്നേഹിതർ മൂലമോ ഒക്കെ ആയിട്ട് സന്തോഷം ഉണ്ടാകുക, തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം നല്ല സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക, ദോഷങ്ങൾ കുറയും. അപ്പോൾ രാഹു അനുകൂലനാണ്, പല നേട്ടങ്ങളും തരുന്നതാണ്. എന്നാൽ കേതു അത്ര അനുകൂലനല്ല, ടെൻഷൻ തരുന്നു. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയും. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് ഈ മാസം ഇവർക്ക്. ഇനി മിഥുനക്കൂറ്, മകയിരം, പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ. ഇവർക്കിപ്പോൾ 16 തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ മനക്ലേശം, ധനക്ലേശം, ദുഃഖം ഉണ്ടാകുക, ചതിവ് പറ്റുന്നതിനൊക്കെ സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും മഹാദേവനെ ധാരയോ കൂളമാലയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ, ഓം നമഃശിവായ ജപിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. എന്നാൽ 17 തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. മനസമാധാനം, ശത്രുപരാജയം, ധനലാഭം, സ്ഥാനമാന ലാഭം, മിത്രങ്ങൾ നിമിത്തമായിട്ട് സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനച്ചെലവ് അധികമാവുക, അതുപോലെ തന്നെ ദൂരയാത്ര ചെയ്യേണ്ടി വരിക, ബന്ധുക്കളുമായിട്ട് ചില വിരോധങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകുക, വീട്ടുകാരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ 21 തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്ലേശം, ബന്ധുക്കളുമായി വഴക്ക് തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ്. എന്നാൽ 21 തീയതി മുതൽ വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. മനസമാധാനം, സന്തോഷം, ധനപ്രാപ്തി, രത്നാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, സജ്ജനങ്ങളുമായിട്ടൊക്കെ ഇടപെടൽ, സജ്ജന സംസർഗം ഉണ്ടാകുക, വളരെ നല്ലതാണത് തുടങ്ങിയ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും വിപരീത വേദം നിമിത്തം വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് ഫലം തരിക. ധനലാഭം ഉണ്ടാകുക, പ്രശസ്തി, സുഖപ്രാപ്തി, ഉയർച്ച, ശത്രുനാശം, ദാനശീലം ചെയ്യുന്നതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങൾ തരുന്നതാണ്.
നല്ല വാഹനമോ ഭൂമിയോ ഒക്കെ വീടോ ഒക്കെ വാങ്ങുന്നതിന് ഒരു സാധ്യതയും ഈ വ്യാഴം തരുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. നിത്യത്തൊഴിലൊരു ചെറിയ ക്ലേശങ്ങളെ, ധനഹാനി, ശത്രുക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്, ദോഷം കുറയും. എന്നാൽ 24-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, എല്ലാ വിധത്തിലുള്ള സുഖപ്രാപ്തി, കുടുംബസുഖം, സ്നേഹിതർ മൂലമൊക്കെ ആയിട്ട് നല്ല നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക, നല്ല ഫലങ്ങൾ തരുന്നതാണ്. ശനി 9-ലാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ ദോഷപ്രദരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ചില പൂജകളോ ഒക്കെ ചെയ്ത് കഴിയുക, അല്ലെ സർപ്പപൂജ, സർപ്പക്ഷേത്രത്തിൽ ചെയ്യുക, നൂറും പാലും വഴിപാടൊക്കെ ചെയ്യുന്നത് ഈ രാഹുവിൻ്റെ ദോഷം കുറച്ച് കിട്ടും. ഓം നമഃശിവായ ജപിച്ചോളൂ, ഈ രാഹുദോഷം ഒന്നും നമ്മളെ ബാധിക്കില്ല. എന്നാൽ കേതു അത്ര അനുകൂലനല്ലാതെയാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയും. പൊതുവെ ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ പൊതുവെ ഉദരരോഗമോ ധനനഷ്ടമോ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമോ, പൊതുവേ നല്ല മനക്ലേശം ഉണ്ടാകുന്നതിനോ, പിന്നെ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടത്തിനോ ചതിവ് പറ്റുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ മഹാദേവനെ ഗോളമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുക. ഈ ദോഷങ്ങൾക്കൊക്കെ വളരെയേറെ കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ 26-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവകാര്യ വിജയം, ധനധാന്യ വസ്ത്രാദിലാഭം, ഭൂമി ലാഭം, അല്ലെ അതിനൊരു തുടക്കം കുറിക്കലേ, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക, സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം. എന്നാൽ 26-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറവുണ്ടാവും. പിന്നെ ബുധൻ 21-ാം തീയതി വരെ അനുകൂലനായിട്ടാണ്. സന്തോഷം, രത്നാഭരണങ്ങളൊക്കെ ലഭിക്കുക, സജ്ജന സംസർഗം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 21-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ല. ബന്ധുക്കളുമായിട്ടൊക്കെ ചില വിരോധത്തിന് സാധ്യതയുണ്ട്, ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്, ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ, വിഷ്ണു സഹസ്രനാമം ജപിക്കലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുകയോ ചെയ്താൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ വ്യാഴം 11-ലാണ് എങ്കിലും 8-ലെ ശനി കാരണം ഭേദദോഷം ഭവിക്കുന്നു വ്യാഴത്തിന്. അപ്പോൾ വ്യാഴനും 8-ൽ എന്ന പോലെ ദോഷമാണ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നത്. നല്ല ധനക്ലേശം, സ്ഥാനഭ്രംശത്തിനോ സ്ഥാനമൊക്കെ മാറേണ്ടി വരുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. രോഗക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഭാഗ്യദോഷം അത്ര ചരിതത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുക, ദോഷം കുറയുന്നതാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 7-ലോട്ടും 5-ലോട്ടും ഒക്കെയുള്ള വ്യാഴദൃഷ്ടി വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. അത് സന്താന ഭാഗ്യങ്ങൾ, സന്താനങ്ങൾ മൂലം നേട്ടം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, വിവാഹം അനുകൂലമായി വരിക, ബിസിനസ്സിനോ ജോലിക്കോ ഒക്കെ അനുകൂലമാവുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം. ഇനി ശുക്രൻ 24-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ്. ധനലാഭം, എല്ലാവിധമായ സുഖപ്രാപ്തി, ലോക ബഹുമാനം ഉണ്ടാകുക, വസ്ത്രാദികളൊക്കെ ലഭിക്കുക, ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 24-ാം തീയതിക്ക് ശേഷം അത്ര നന്നല്ല. ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി അഷ്ടമശനിയായി തുടരുന്നു. നല്ല ദോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അഷ്ടമശനി. പ്രത്യേകിച്ച് ഇപ്പോൾ വക്രഗതിയിലുള്ള സഞ്ചാരമാണ്, ദോഷത്തിന് സാധ്യത കൂടുതലുണ്ട്.
നന്നായിട്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഹനുമാൻ ചാലിസ ജപിക്കുക. ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈ ശനിദോഷം ഒരു പരിധിവരെ കുറച്ച് തരുന്നതാണ്. പിന്നെ കേതു ദോഷം അല്ലാതെയാണ് അനുകൂലം ആയിട്ടാണ് സഞ്ചരിക്കുക. എന്നാൽ രാഹു അത്ര അനുകൂലനല്ല, ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യദോഷം ഒക്കെ വരുത്താം. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾക്കൊരു പരിധിവരെ കുറവുണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഈ മാസം. ഇനി ചിങ്ങം രാശി. ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ദൂരയാത്ര, അധിക ചിലവ്, അനാവശ്യമായിട്ടുള്ള ചിലവുകളെ, ബന്ധുമിത്രാദി വിരഹം ഉണ്ടാകുക, അല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ടി വരിക, ഉദര സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളുണ്ടാകാം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും ഒരു ക്ലേശങ്ങൾക്കൊക്കെ ഒരു ലെവൽ വരെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവനെ ധാരയോ കൂളമാലയോ വഴിപാട് ചെയ്യുക, ഓം നമഃശിവായ ജപിക്കുക. അപ്പോൾ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഇനി കുജൻ 26-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ്. ദൂരയാത്ര, യാത്രാക്ലേശം, ധനച്ചെലവ് അധികമാകുക, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സപ്പെടുക, പരാജയപ്പെടുക, രോഗക്ലേശങ്ങളൊക്കെ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷത്തിനൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ ഒരു നെയ്വിളക്കോ അങ്ങനെ നമ്മുടെ ജന്മനാളിൽ ചെയ്യുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 26-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് ഈ കുജൻ്റെ സഞ്ചാരം. ധനധാന്യ വസ്ത്രാദിലാഭം, സർവകാര്യ വിജയം, ഭൂമിയൊക്കെ വാങ്ങിക്കുന്നതിനോ അതിനൊക്കെ ഒരു ആലോചന, ഒരു തുടക്കം ഉണ്ടാകുകയാണ്. ആരോഗ്യം വളരെ അനുകൂലമായി വരിക, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്താലും മതി, ദോഷം കുറയും. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഇതുവരെ വ്യാഴത്തിൻ്റെ ഭേദം മൂലം നല്ലതായിരുന്നു, വിപരീത ഭേദം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി. ഇനിയിപ്പോൾ ധനക്ലേശത്തിനോ സന്താനങ്ങൾ മൂലം ക്ലേശത്തിനോ ആലസ്യത്തിനോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം അല്ലെങ്കിൽ ചില മാറ്റത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ആ സ്ഥാനഭ്രംശത്തിൻ്റെ ഒരു ഭയം എപ്പോഴും ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ അത്ര ദോഷപ്രദമായിട്ട് വരില്ല. എന്നാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്തൊക്കെ ചില മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിലും ദോഷപ്രദമായിട്ട് വരില്ല. നിത്യ വരുമാന മാർഗത്തിൽ ദോഷം വരില്ല, അത് അനുകൂലമായിട്ട് തന്നെ വരും. എന്നാൽ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനോ കൈവശം വന്നു ചേരുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ക്ലേശങ്ങളൊക്കെ കുറയുവാനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്താലും മതി, ദോഷത്തിനൊരു പരിധിവരെ കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായി തന്നെയാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, എല്ലാവിധമായ സുഖപ്രാപ്തി, ശത്രുനാശം, ലോക ബഹുമാനം ഉണ്ടാകുക, പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക, ധനഭാഗ്യയോഗം ഉണ്ടാകുക, അങ്ങനെ വളരെ നല്ല നേട്ടങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. ദൂരയാത്രയ്ക്കൊക്കെ സാധ്യത കാണുന്നു. അധികമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ലൈഫ് പാർട്ട്ണർക്ക് ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ജാതകത്തിലും കൂടെ ദോഷമായിട്ടുള്ള സമയമാണെങ്കിൽ അത് ബാധിക്കുകയുള്ളൂ. അത് അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ ഈ ദോഷമൊന്നും അവർക്ക് ബാധിക്കില്ല ലൈഫ് പാർട്ട്ണർക്ക്. എങ്കിലും കണ്ടകശനിക്കാലമാണ്. അയ്യപ്പസ്വാമിക്ക് ഒരു നീരാഞ്ജനം അല്ലെ എള്ളുകിഴി വഴിപാടൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തലോ ഈ നമ്മുടെ നാൾ വരുമ്പോൾ ഹനുമാൻ ചാലിസ ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ രാഹു കേതുക്കൾ രണ്ടും അത്ര അനുകൂലമല്ല. ശിവപ്രീതി വരുത്തുക, രാഹുദോഷം കുറയും. ഗണപതി പ്രീതി വരുത്തുക, ഈ കേതുവിൻ്റെ ദോഷവും കുറയും. പൊതുവെ ഇവർക്കും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ അനുകൂലനാണ്.
ധനപ്രാപ്തി, ലാഭം, പുതിയ സ്ഥാനമാനങ്ങൾ, അഭിമാനം, ആരോഗ്യമൊക്കെ നന്നാവുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 17-ാം തീയതി മുതൽ ഇങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, ദൂരയാത്ര, സ്ഥാനമാറ്റങ്ങൾ, അധികമായിട്ടുള്ള ചെലവുകൾ, ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വിയോഗങ്ങളോ മാറി താമസിക്കേണ്ടി വരിക എന്നിങ്ങനെയൊക്കെയുള്ള ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ഗൂളമാല ചാർത്തൽ ഇങ്ങനെയുള്ള വഴിപാട് ചെയ്യുക, ഓം നമഃ ശിവായ ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ അനുകൂലനല്ല, പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട്. പൊതുവേ ചെറിയ പരാജയം പല സ്ഥലത്തും കണ്ടു എന്ന് വരാം. ദൂരയാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ തോതിലൊരു ക്ലേശപ്രദമായിട്ടാണ് ഈ കുജൻ്റെ അവസ്ഥ. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 21-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക, അത് നല്ലതാണ്. എന്നാൽ 21-ാം തീയതി മുതൽ വളരെയേറെ അനുകൂലനായിട്ടാണ് സുഖം തരിക, പ്രശംസ കിട്ടുക, ധനാഗമനം ഉണ്ടാകുക, ബന്ധുസ്നേഹം ഉണ്ടാകുക, ആരോഗ്യം ഒക്കെ നന്നായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. എല്ലാവിധമായ സുഖപ്രാപ്തി, ഗ്രഹലാഭം, ഉയർച്ച, അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുക, കിട്ടാതെ കിടന്ന അല്ലെങ്കിൽ കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനമൊക്കെ തിരിച്ച് ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർക്ക് കഴിഞ്ഞ ഒരു സമയം വരെ 9-ലായിരുന്നു വ്യാഴമെങ്കിലും വേദദോഷം കാരണം അനുകൂലമല്ലായിരുന്നു. ഇപ്പോൾ വേദമെല്ലാം മാറി രാശി പകുതി കഴിഞ്ഞിരിക്കുന്നു. വ്യാഴം രാജയോഗപ്രദമാണ്, മഹാഭാഗ്യമാണ് ഇവർക്ക്. രാജയോഗം എന്നല്ല, മഹാഭാഗ്യം. അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇനി ശുക്രൻ 24-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 24-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സുഖപ്രാപ്തി, ധനലാഭം, ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ ശനി അനുകൂല ഭാവത്തിലാണെങ്കിലും വേദദോഷം ഭവിക്കിയാൽ അത്ര അനുകൂലനല്ലാതെയാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നു. രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, ശത്രുക്കളൊക്കെ ശല്യം ചെയ്യാം. അതിനിപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ രാഹുകേതുക്കളെ അത്ര അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ഗണപതി പ്രീതി വരുത്തുക, പിന്നെ സർപ്പപൂജ ചെയ്യുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ദോഷങ്ങളും കുറഞ്ഞു കിട്ടുന്നതാണ്. പൊതുവെ ഇവർക്ക് വളരെയേറെ നല്ല സമയമാണ്, ഭാഗ്യം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്കിപ്പോൾ. ഇനി തുലാ രാശി, ചിത്തിര പകുതി, ചോതി, വിശാഖം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ആരോഗ്യം, സർവാഭിഷ്ടലാഭം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധുസമാഗം ഉണ്ടാകുക, അധികാരികളുടെ ഒരു സഹായം ലഭിച്ചു എന്ന് വരാം, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം, അഭിമാനം കിട്ടുന്ന ഒരു സമയമാണ്. വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. കാര്യത്തിനൊക്കെ തടസ്സങ്ങൾ, ദൂരയാത്ര, ധനനഷ്ടം, സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലേശപരമായിട്ടുള്ള കാര്യങ്ങളാണ് കുജൻ തരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞായറാഴ്ച എല്ലാം കൊണ്ടും നല്ലതാണ്, എന്നാൽ ചൊവ്വാഴ്ച അത്ര നല്ലതല്ല. പുതിയ കാര്യങ്ങൾക്കൊന്നും ചൊവ്വാഴ്ച ദിവസങ്ങൾ പാടില്ല, ധന ഇടപാടുകൾക്കൊന്നും പാടില്ല ചൊവ്വാഴ്ച. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക ദോഷമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദിവസങ്ങളിൽ. അനുകൂലമായിട്ട് ഏത് ഗ്രഹമുണ്ടോ പറയുന്നു അതിൻ്റെ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് തുടങ്ങുവാനൊക്കെ ശ്രമിക്കുക. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. പുതിയ സ്ഥാനമാനങ്ങളെ, ശത്രുപരാജയം, സുഖം, പ്രശംസ, ബന്ധുസ്നേഹം, ധനനേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലല്ല എങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കിയാൽ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക.
പുതിയ സ്ഥാനമാനങ്ങൾ, ധനനേട്ടം, സർവകാര്യ വിജയം, ആനന്ദപ്രാപ്തി ഉണ്ടാകുക, സന്താനഭാഗ്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഒരു വീടോ ഭൂമിയോ വാഹനമൊക്കെ വാങ്ങുന്നതിനും ഒരു സാധ്യത തരുന്നതാണ് വ്യാഴൻ. ശുക്രൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനലാഭം, പ്രതാപം, സർവകാര്യ വിജയം, ധനാഗമം, ഭയങ്ങളൊക്കെ മാറിക്കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ശനി അനുകൂല ഭാവത്തിൽ അല്ല നിൽക്കുന്നതെങ്കിലും വിപരീത ഭേദം ഭവിക്കാതെ വളരെ അനുകൂലനായിട്ട് ശുഭഫലങ്ങളെയൊക്കെ തരുന്നതാണ്. ധനലാഭം, രോഗശമനം ഉണ്ടാകുക, അധികാരപ്രാപ്തി ഉണ്ടാകുക, ബഹുമാന ലാഭം ഉണ്ടാകുക, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനാണ്. ശത്രുദോഷം ഒക്കെ, ശത്രുനാശം ഉണ്ടാകുക, രോഗങ്ങളൊക്കെ ശമിക്കുകയാണ്. അതുപോലെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ കേതു ധനനഷ്ടം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക, ദോഷങ്ങൾ കുറയും. പൊതുവെ വളരെ നല്ല സമയമാണ് ഇവർക്കിപ്പോൾ. ഇനി വൃശ്ചിക രാശി. വിശാഖം, കാലെ, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് ഇവിടെ. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് കാണുന്നത്. ധനനഷ്ടം ഉണ്ടാകാം, മനസമാധാനം കുറവുണ്ടാകാം, അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ ധാരയോ ഗൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. എന്നാൽ 17-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുസമാഗമം ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, അധികാരികളുടെ സഹായം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരുമായിട്ട് പിണക്കം, ധനക്ലേശം, സ്ഥാന ഭയം ഉണ്ടാകുക, സ്ഥാനമാറ്റത്തിന് സാധ്യത, ദൂരയാത്രയ്ക്ക് സാധ്യത, പൊതുവെ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട്, ഒരു പുഷ്പാഞ്ജലിയോ ഒരു മാലചാർത്തലോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 21-ാം തീയതി വരെ അനുകൂലൻ ആയിട്ടാണ്. പുതിയ സ്ഥാനമാന ലാഭം, ശത്രുപരാജയം, ധനലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ 21-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, കാര്യതടസ്സം, അപവാദം കേൾക്കേണ്ടി വരിക, പിത്തരോഗങ്ങളൊക്കെ ക്ലേശിപ്പിച്ചെന്ന് വരാം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് തീർച്ചയായിട്ടും കുറവുണ്ടാകുന്നതാണ്. ഇനി വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സർവകാര്യ വിജയം ഉണ്ടാകുക, ഒരു വേദദോഷവും ഇല്ലാതെ വളരെയേറെ അനുകൂല ഭാവത്തിലാണ്. ആരോഗ്യം അനുകൂലമായി വരിക, സർക്കാർ അധികാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, നാനാവിധമായ സുഖങ്ങൾ ലഭിക്കുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുക, സന്താനഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം നല്ല സന്തോഷമുണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, ജോലി, ബിസിനസ് ഇതിനൊക്കെ ആയിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പൊതുവെ വളരെ നല്ല സമയമാണ്. നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ 24-ാം തീയതി വരെ ശുക്രൻ അത്ര അനുകൂലനല്ല. മനക്ലേശം, ധനക്ലേശം, സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ദേവി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷത്തിനൊരു കുറവുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നാൽ 24-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെയേറെ അനുകൂലനായിട്ടാണ്. ധനലാഭം, പ്രതാപം, സർവകാര്യ വിജയം, ഉത്തമമായ ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഇനി ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ശത്രുവൃദ്ധി ഉണ്ടാകാം, രോഗങ്ങളൊക്കെ ക്ലേശിപ്പിച്ചു എന്ന് വരാം, അതുപോലെ മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ്. രാഹു അത്ര അനുകൂലനല്ലാതെയാണ്. അപ്പോൾ മഹാദേവനെ പ്രീതിപ്പെടുത്തുക, സർപ്പപൂജ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ കേതു വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത്, ഒരു ദോഷവും ചെയ്യില്ല. പൊതുവെ നല്ല സമയം തന്നെയാണ്, വളരെയേറെ നല്ല സമയമാണ് ഇവർക്ക്. ഇപ്പോൾ കണ്ടകശനി ഉണ്ട് എങ്കിലും മറ്റ് ദോഷങ്ങളൊന്നുമില്ല. വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെ നന്നായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. എല്ലായിടത്തും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, കാലി 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് മാസം മുഴുവൻ സഞ്ചരിക്കുക.
ശത്രുക്ലേശം, ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകുക, ദൂരയാത്ര ചെയ്യേണ്ടി വരിക, ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്, കുറവുണ്ടാകുന്നതാണ്. ഇനി കുജൻ 26-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, പ്രശസ്തി, രോഗമുക്തി, സർവകാര്യ വിജയം, ശത്രുനാശം, വഴക്കുകൾക്ക് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകുക തുടങ്ങിയ വളരെ ഏറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വ്യാഴൻ വളരെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ദുഃഖമുണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുക, രോഗക്ലേശമോ ഒക്കെ ഉണ്ടാകുക, ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ അധികമായി ചിലവാകുന്നതിനോ മോഷണം പോകുന്നതിന് വരെയും സാധ്യത ഉള്ള ഒരു സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ദോഷപ്രദമായിട്ടുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രയൊക്കെ ഒഴിവാക്കുക വ്യാഴാഴ്ച ദിവസങ്ങൾ. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, സർവാഭിഷ്ടലാഭം, ആരോഗ്യപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 24-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. അപ്പോൾ 24-ാം തീയതി വരെ വളരെ നല്ലത് തന്നെയാണ് സമയം ശുക്രനെ കൊണ്ട്. എന്നാൽ 24-ാം തീയതി കഴിഞ്ഞാൽ ധനനഷ്ടമോ സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങൾ. ദേവി ക്ഷേത്രത്തിൽ വഴിപാട് വല്ലതും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. എല്ലാ കാര്യത്തിലും വിജയം, ധനലാഭം, ഉദ്യോഗലാഭം, സുഖം, ആരോഗ്യം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി, ഗണപതി പ്രീതിയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ കുറയും. പൊതുവെ അത്ര ദോഷപ്രദമായിട്ടല്ല. വ്യാഴം മാത്രമേ ഉള്ളൂ വളരെയേറെ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഈ മാസം മുഴുവനും ഏകദേശം അനുകൂലമാണ്. അപ്പം വ്യാഴാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. മകരക്കൂറ്, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി, ഇത് 3 നക്ഷത്രമാണ് ഈ കൂറിലെ. ഇവർക്ക് സൂര്യൻ പൊതുവെ മാസം മുഴുവനും അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. സ്നേഹിതരുമായിട്ടും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വീട്ടുകാരും ഒക്കെ ആയിട്ടും ചില വഴക്കോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. യാത്രാക്ലേശം ഉണ്ടാകാം, ഭാര്യാഭർത്തൃ ക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. ഇനി കുജൻ 26-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ്. 26-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, സന്താനങ്ങൾ നിമിത്തമായിട്ട് മനക്ലേശം, ശത്രുക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. എന്നാൽ 26-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെയേറെ അനുകൂലനാണ്. ഏകദേശം ഒരു 10-45 ദിവസത്തോളം ഉണ്ടാകും വളരെ അനുകൂലനായിട്ട്. ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, പ്രശസ്തി, ആനന്ദം, സർവകാര്യ വിജയം, രോഗമുക്തി, ശത്രുനാശം, വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷത്തിന് കുറവുണ്ടാവും. പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ വേദദോഷം തീർന്നിരിക്കുന്നു. അതുപോലെ രാശി മധ്യത ആയിരിക്കുകയാണ്. വളരെ നല്ല സമയമാണ്. ഇവർക്കൊരു മന്ത്രി തുല്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് പോലും പറ്റിയ സമയമാണ്. വളരെ നല്ല പൂർണ്ണ ബലവാനായിട്ട് ഇരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. രാജയോഗപ്രദം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം, സ്ഥാന നേട്ടം, സർവകാര്യ വിജയം, സർക്കാർ ആനുകൂല്യം ഒക്കെ ഉണ്ടാകുക, സന്താനഭാഗ്യം ഉണ്ടാകുക, സുഖപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുവെ ഉന്നതി ഉണ്ടാകുക. അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്.
സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് അനുകൂലമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, സന്താനങ്ങളുടെ വിവാഹം, അങ്ങനെയൊക്കെ ജോലി, ഇതിനൊക്കെ പറ്റിയ സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. പൊതുവെ വളരെ നല്ലതാണ്, രാജയോഗപ്രദമാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി കൊണ്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ട് തന്നെയാണ്. ധനലാഭം, ദുഃഖശമനം, സുഖം, വസ്ത്രാഭരണാദി ലാഭം, സർവാഭിഷ്ടലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. ശനി 7.5 ശനിയായി തുടരുന്നു. അത്ര നന്നല്ല, പക്ഷേ അത്ര ദോഷപ്രദമല്ല. 7.5 ശനിയുടെ ലാസ്റ്റ് പാദമാണ്. എങ്കിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങൾ കുറയും. രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ കേതു അത്ര അനുകൂലനല്ല. ഭാഗ്യം ഒക്കെ കുറയ്ക്കാം. പിതാവിനൊക്കെ ചില ക്ലേശങ്ങളൊക്കെ, പിതാവ് മൂലം ചില ക്ലേശങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക. രണ്ടാമത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യിച്ചു, നല്ലതാണ്. പൊതുവേ ഈ മാസം വളരെ നല്ലതാണ്, രാജയോഗപ്രദമായിട്ടുള്ള സമയമാണ്. ഇനി കുംഭക്കൂറ്, അവിട്ടം, പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സന്തോഷം, സർവകാര്യ ലാഭം, ശത്രുനാശം, രോഗനാശം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം, മനസ്സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, പരാജയം ഉണ്ടാകുക, യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. ഇനി കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുവിരോധം, സ്ഥാനഭ്രംശം, ധനനാശം, ധനനഷ്ടം, അധികമായിട്ടുള്ള ചിലവ് ഉണ്ടാകാം. സന്താനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ നല്ല സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 21-ാം തീയതി വരെ അനുകൂലനാണ്. ബന്ധുമിത്രാദികളുമായിട്ട് അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക്, ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. എന്നാൽ 21-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ വ്യാഴം അത്ര അനുകൂലം അല്ലാതെയാണ്. ധനക്ലേശം, സമാധാനക്കുറവ്, ശത്രുക്ലേശം, ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവം, ജന്തുക്കൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. എന്നാൽ വാഹനം, ഭൂമി, വീടോ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക്, സുഖക്കുറവുണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പക്ഷേ 24-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അനുകൂലനാണ്, ദോഷം കുറയും. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. വളരെയേറെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ്. മനക്ലേശം, കുടുംബ കലഹം, ജോലി സ്ഥലത്ത് ക്ലേശങ്ങളെ, ജോലി നഷ്ടമാകുന്നതിനോ മാറുന്നതിനോ ഒക്കെ സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ഹനുമാൻ ചാലിസ ജപിക്കുക, അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴിയൊക്കെ വഴിപാട് ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശനിദോഷം കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ഇപ്പം ജൂൺ 30 മുതൽ ശനി വക്രസഞ്ചാരത്തിലാണ്. നല്ല ദോഷപ്രദമായിട്ടുള്ള സമയമാണ്. രാഹുകേതുക്കളെ അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവപൂജ ചെയ്യുക, ശിവപ്രീതി വരുത്തുക, ഗണപതി പ്രീതി വരുത്തുക, അപ്പം ദോഷങ്ങളെ കുറയും. പൊതുവേ ഇവർക്ക് ദോഷപ്രദമായിട്ടുള്ള സമയമാണിപ്പോൾ. ഇനി മീനക്കൂറ്, പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങൾ ആണ് ഇതിൽ. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ്. സ്നേഹിതർ മൂലം ക്ലേശങ്ങളെ, ധനനഷ്ടം ഉണ്ടാകുക, രോഗഭയം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലമൊക്കെ ആയിട്ട് ചില ടെൻഷൻ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക 108 പ്രാവശ്യം. അപ്പോൾ ദോഷം കുറയും. പക്ഷേ 17-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ്. സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, ശത്രുനാശം ഉണ്ടാകുക,
രോഗമൊക്കെ ശമിക്കുക, സ്വാസ്ഥ്യത ഉണ്ടാകുക, ഉത്തമമായിട്ട് ആഹാരം, വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കുക, ധനലാഭം, ലോക ബഹുമാനം, രോഗനാശം, മനസ്സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഇനി കുജൻ 26-ാം തീയതി വരെ വളരെ അനുകൂലൻ ആണ്. ധനലാഭം, ശത്രുനാശം, സുഖം, ആഭരണാദി ലാഭം ഉണ്ടാകുക, കാര്യവിജയം ഉണ്ടാകുക, പ്രശസ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ബുധൻ 21-ാം തീയതി വരെ അനുകൂലനാണ്. കാര്യവിജയം ഉണ്ടാകാം, ഉത്തമ അന്നവസ്ത്രാദികളൊക്കെ ലഭിച്ചു എന്ന് വരാം, തുടങ്ങിയ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ 21-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അനുകൂലനല്ല. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുക, അത് അത്യാവശ്യമാണ്. പിന്നെ വ്യാഴൻ 24-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. തൊഴിൽ സ്ഥാനത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, സ്ഥാനഭ്രംശം, രോഗങ്ങളെ, പിതൃക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ 24-ാം തീയതി മുതൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുന്നു. അത് കാരണം അനുകൂലനായിട്ട് വരുന്നതാണ്. എല്ലായിടത്തും സർവകാര്യ വിജയമുണ്ടാകുക, സർക്കാർ അധികാരം ലഭിക്കുക, സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക, നാനാവിധമായിട്ടുള്ള സുഖങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് 24-ാം തീയതി മുതൽ. പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ്. ശത്രുക്ലേശം, ബന്ധുക്കളുമായി തർക്കം, സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ, നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങളുണ്ടാകുക, സ്ത്രീകൾ മൂലമൊക്കെ ചില ക്ലേശങ്ങളുണ്ടാകുക, ദോഷാനുഭവമാണ് പൊതുവെ. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി 7.5 ശനിയായി തുടരുന്നു, ക്ലേശപ്രദമാണ്. അധികമായിട്ടുള്ള ചിലവ്, അനാവശ്യമായിട്ടുള്ള ചിലവ് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി വഴിപാട്, നീരാഞ്ജനമോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ അനുകൂലം അല്ലാതെയാണ്, വളരെ ദോഷപ്രദമായിട്ടാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് രാഹുദോഷം കുറയാൻ. സർപ്പപൂജ ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ ഗണപതി പ്രീതി വരുത്തലോ ഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. പൊതുവെ ഇവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ മാസാവസാനം മുതൽ അങ്ങോട്ട് 1-2 മാസത്തേക്ക് 2-3 മാസത്തേക്ക് വളരെയേറെ നല്ല സമയമാണ്. വ്യാഴം അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ ഈ മാസം അത്ര ഉത്തമമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ